ശരിക്കും ഒരു 60 വർഷം മുമ്പ് ഞങ്ങൾ ഈ വസ്തു അമ്മ വാങ്ങിച്ചു. ഇവിടെ വീട് കെട്ടി. അമ്മ എസ്.എൻ. കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിരുന്നു. അപ്പോൾ വീട് കെട്ടി ഞങ്ങൾ താമസം തുടങ്ങി. അമ്മ പൊതുവേ ഈ പ്രകൃതിയെ മനുഷ്യനൊപ്പം തന്നെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ അന്നിവിടെ മിക്കവാറും എല്ലാ ഫലവൃക്ഷാദികളും വെച്ച് പിടിപ്പിച്ച് മാവ്, പ്ലാവ്, പേര എല്ലാം ഉണ്ട്. അപ്പോൾ അമ്മ ഒരു 18 വർഷം മുമ്പ് മരിക്കുന്നത്. അപ്പം നമ്മുടെ വീട് ഒന്ന് പുതുക്കി പണിയണം, ഒന്ന് മൂടി പിടിപ്പിക്കണം, ഒരു എക്സ്റ്റൻഷൻ എടുക്കണം എന്നൊരു ആഗ്രഹം വന്നു. അപ്പോൾ ഈ മാവ് മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പോൾ അത് മുറിക്കാതെ പറ്റത്തില്ലെന്നുള്ള പല ആർക്കിടെക്റ്റുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും അവർ മുറിക്കണം എന്നുള്ള ആ വാശിയിൽ തന്നെ നിൽക്കും. പക്ഷെ കൊല്ലത്തുള്ള അഭിലാഷ് കൺസ്ട്രക്ഷൻ ബാബുരാജ് സാറിനെ ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ മാവ് നിർത്തി തന്നെ നമുക്ക് എക്സ്റ്റൻഷൻ നടത്താം. അങ്ങനെ എൻ്റെ ആശയവുമായിട്ട് അദ്ദേഹം പൊരുത്തപ്പെട്ടു. ഞങ്ങൾ രണ്ടും കൂടെ ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു ആശയമാണിത്. അപ്പം ആ മാവ് നിർത്തി തന്നെ നമുക്ക് വേണ്ട 2 അഡീഷണൽ ബെഡ്റൂം, ഡ്രോയിങ് കം ഡൈനിങ്, പൂജാമുറി എല്ലാം മാവിന് നിർത്തി തന്നെ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ ബന്ധക്കാർ, സ്വന്തക്കാർ, സുഹൃത്തുക്കൾ എല്ലാവരും എതിർത്ത് മാവ് ചതിക്കും, വേരോടും, വീട്ടിന് ദോഷമുണ്ടാവും, കാറ്റാണ്, കടലിന് 1 കിലോമീറ്റർ മാറിയാണ് വീടിക്കുന്നത്, കാറ്റടിച്ചതിന് ആഘാതം ഉണ്ടാവും. പല സമ്മർദ്ദങ്ങൾ വന്നെങ്കിലും ഞങ്ങൾ രണ്ടുപേരും, എൻ്റെ ഭാര്യയും മകനും അത് തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. എൻ്റെ വൈഫും എസ്.എൻ. കോളേജിൽ അധ്യാപികയായിരുന്നു, ബിന്ദു. അപ്പോൾ അങ്ങനെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 20 വർഷമായി. വീട് പണിഞ്ഞിട്ട് 20 വർഷമായി അല്ല, ഈ എക്സ്റ്റൻഷൻ എടുത്തതിന് ശേഷം, പഴയ വീടിനോട് എക്സ്റ്റൻഷൻ എടുത്ത് 20 വർഷമായി. അമ്മ മരിച്ചതിന് ശേഷമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ മരം മുറിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും വയ്യ. അതിൻ്റെ പുറത്തൊരു കത്തി വയ്ക്കുക എന്നുള്ള, അമ്മ അത്രത്തോളം ഈ മരങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയൊക്കെ സ്നേഹിച്ചിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇത്രയും കാറ്റും മഴയും പേമാരിയും വെള്ളപ്പൊക്കവും സുനാമിയും എല്ലാം ഉണ്ടായിട്ടെങ്കിലും ഈ മാവ് ചതിച്ചിട്ടില്ല. എല്ലാ വർഷവും നിറയെ മാങ്ങ പിടിക്കും, അയലത്തുകാർക്കെല്ലാം സംഭാവന ചെയ്യും. തണൽ, നമുക്കൊരു വേനലിൽ പോലും ഒരു ഫാൻ ഇടേണ്ട ഒരാവശ്യം വരുന്നത്, ഒരു കുളിർമ, നിങ്ങൾക്കിപ്പോൾ അത് ബോധ്യപ്പെട്ടു. എപ്പോഴും തണുപ്പാണ്. 4 വശവും മരം നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു തണുപ്പാണ്. അപ്പം ഈ മരം നിൽക്കുന്നത് കൊണ്ട് ജലം സംഭരിക്കുന്നുണ്ട്, കുളിർമ തരുന്നുണ്ട്, ഫലവൃക്ഷാദി തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൂർണ്ണ സംതൃപ്തരാണ്. നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെ നമ്മൾ ഈ മാവിനെ കണക്കാക്കുന്നത്. മക്കളെ പോലെ കാണുന്നത് അത് മക്കളെ പോലെ തന്നെ കണക്കാക്കുന്നത്. നമ്മളൊരു അംഗം, എനിക്ക് തോന്നുന്നു ഞങ്ങളെ ഒരു ശക്തി സ്രോതസ് ഈ മാവാന്ന് തന്നെ. അമ്മയുടെ ആത്മാവ് ഇവിടെ കുടികൊള്ളുന്നു എന്നുള്ളൊരു വിശ്വാസം തന്നെ ഞങ്ങൾക്കുണ്ട്. പണ്ട് കാലത്ത് ഈ വൃക്ഷങ്ങളെയൊക്കെ പൂജിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ. അതെ അതെ, അമ്മ ഒരു വലിയ ഭക്തയും കൂടിയായിരുന്നു. അപ്പം അത് മരങ്ങൾ ഞാൻ പറഞ്ഞില്ല, അത് ശരിക്കും ജീവനുണ്ട് കേട്ടോ. നമ്മളീ വെട്ടിമുറിക്കുമ്പം ഉണ്ടാവുന്ന ആഘാതവും അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചു പോകും കേട്ടോ. അപ്പോൾ അതില്ലായിരുന്നു നമുക്ക് തന്നെ നിലനിൽപ്പില്ലെന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ നമ്മൾ പ്രകൃതി ക്ഷോഭ കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ഒപ്പം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ടല്ലേ? അതെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു ദിനേരിയ തുടങ്ങുന്നത് തന്നെ ഞങ്ങൾ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കുടം വെള്ളം അവന് കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കാറ് പോലും. അത്ര ഒരു ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിൽ.